അതെ, ആരും നോക്കണ്ട, ഞാൻ തന്നെ തപ്പി കണ്ടുപിടിച്ചു തരാം. ഇവിടെ തന്നെ വെച്ചോ. മനപ്പൂർ ഇവിടെ കൊണ്ടുവച്ചത് പോലെയാണല്ലോ സെർച്ചിങ് ഒക്കെ കണ്ടാല്. അല്ല, അങ്ങനെയല്ല. ഒരു സാധനം വെക്കുമ്പോ ആദ്യം ഷെൽഫിലല്ലേ വെക്കുക, അങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. പരിശോധിക്കല്ലായിരുന്നോ? എടുക്കണവർക്കല്ലേ അറിയാവൂ എവിടെയാണ് വെക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, എല്ലാവരുടെ ബാഗും പരിശോധിക്കാം. പരിശോധിക്കും, അതാണ് വേണ്ടത്. എല്ലാവരുടെ ബാഗ് പരിശോധിക്കും. എനിക്ക് ചില ആൾക്കാരെയൊക്കെ സംശയമുണ്ട്. എനിക്ക് സംശയമുള്ളവർ നമുക്ക് ആദ്യം ചിക്കാം. അല്ലല്ല, നീ എന്തിനാ എന്റെ മുഖത്തേക്ക് പറയണേ? ഞാനാണോ നിന്റെ ഡിസ്ക് കാരണം എക്സ്പീരിയൻസ് തന്നെക്കാണുള്ളത് ഇങ്ങനെ കട്ടും കള്ളം പറഞ്ഞൊക്കെ. വന്നവരുടെ നിന്നവരുടെ ഒക്കെ പരിശോധിക്കണം. ശരി, നീ ആദ്യം എന്റെ ബാഗ് തന്നെ പോയി പരിശോധിക്കും. ആണല്ലോ. എനിക്ക് ആരും പേടിയൊന്നുമില്ല. ശരണ്യെ, നീ പോയി ക്രിസ്ത്യന്റെ ബാഗ് എടുത്തോണ്ട് വാ. അതെ, ബാഗ് എടുക്കുന്നതും പരിശോധിക്കുക കൊള്ളാം. അതിനുള്ള ആർട്സ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ സ്വഭാവം മാറും. ഈ വെല്ലുവിളിയൊന്നും ഇവിടെ വെച്ചാ കേട്ടാ മതി. പരിശോധിക്കും. നോക്ക്. ഇതെന്താ ക്രിസ്റ്റീന? കണ്ടിട്ട് ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലേ? അല്ലേ സർ, അതെ. എന്റെ ടേബിളിൽ നിന്ന് അതേ ഹാർഡ് ഡിസ്ക്. ഞാൻ എടുത്തു പറഞ്ഞ ഹാർഡ് ഡിസ്ക്. അതെ. അയ്യോ, പറഞ്ഞു വന്നു. ഈ ബാഗ് കൊണ്ടുവച്ചായിരിക്കും. അല്ല, ഇതപ്പൊ ആരെ കൊണ്ടുവച്ച്? ഞാൻ എടുത്തല്ല. അല്ലേ? പിന്നെ എങ്ങനെ ഇത് ഇതിന്റെ അകത്ത് വന്നത്? ക്രിസ്റ്റീന എടുത്തല്ലോ. ഞാൻ എടുത്തല്ല. ഇപ്പോഴേ ഞാനല്ല എടുത്തെന്ന് മനസ്സിലായല്ലോ. സത്യമായിട്ട് ഞാനല്ല സർ എടുത്തത്. നീ കൂടുതൽ കിടന്ന് വിളമ്പല്ലേ. നിന്റെ അട്ടാസൊക്കെ കിടക്കുന്ന എന്തായിരുന്നു? അത് ഈ ബോസേ, ചില ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ മറ്റേ ഈ കോയിൻ എടുത്ത് പോലെ ചൊട്ടിച്ച് വെക്കുക, ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവരുടെ ബാഗിനകത്ത് എന്തായാലും കാണും, നമുക്ക് അറിയരുത്. അടിച്ചു മാറ്റിയും കള്ളം പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ടോമേ. നമ്മൾ സൂക്ഷിച്ചു വെക്കാം സാർ. ഇനി അടിച്ചു മാറ്റിയാലോ കൊള്ളി. പക്ഷെ അപ്പം നമ്മളെന്തായാലും പോകണം, നമുക്ക് എന്തായാലും ഇത് കിട്ടിയല്ലോ. അതൊക്കെ ഒരുപാട് ജോലി ചെയ്യാൻ കാണും. ഉണ്ട്, ഒരുപാട് പണിയുണ്ട്. സാറിന് സംസാരിക്കുകയാണ്. ശരി, താങ്ക് യു. ടോമേ.